നമസ്കാരം. വി ശിനിലാൽ രചിച്ചിട്ടുള്ള ഡാലിയമ്മൂമ്മയുടെ പുഴ മലയാളത്തിലെ ഇനി വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ്. നമുക്കറിയാം, ഈ യൂണിറ്റ് പ്രകൃതി സ്നേഹത്തെയാണ് പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അപ്പോ ഡാലിയമ്മൂമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധയായ സ്ത്രീയും ഒപ്പം അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായുള്ള കിള്ളിയാറുമാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അപ്പൊ കിള്ളിയാറിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കഥ ആരംഭിക്കുന്നത്. അവിടെ നമ്മൾ ആദ്യം കാണുന്നത് പുഴയും ഡാലിയമ്മവും തമ്മിലുള്ള ഒരു വഴക്കാണ്. അപ്പൊ പുഴ എന്ത് ചെയ്യുന്നുണ്ട്? പുഴ ആ വീടിന് ചുറ്റും എന്ത് ചെയ്യുന്നു? പുഴയാണ്. അപ്പൊ പുഴയും ഡാലിയമ്മവും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട്. അതായത് വഴക്ക് നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വിട്ടുപോകാൻ വേണ്ടി, മാറാൻ വേണ്ടി എന്ത് ചെയ്യാണ്? പുഴ ഡാലിയമ്മയോട് പറയുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു? പുഴയുമായിട്ട് ആത്മബന്ധം കൊണ്ട് ഡാലിയമ്മ എവിടെയും പോവാതെ ആ പുഴയുടെ അടുത്ത് തന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത് തന്നെ തന്റെ സ്ഥിരം താമസ സ്ഥലത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അത് അപകടമാണെന്ന് മനസ്സിലാക്കി ഗവൺമെന്റിന്റെ സംഘം എന്ത് ചെയ്യുന്നു? ഡാലിയമ്മയെ മാറ്റാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? നഗരത്തിലെ ഒരു ഫ്ലാറ്റിലേക്ക്, കിള്ളിയാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? ഫ്ലാറ്റിലേക്ക് അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ഡാലിയമ്മയെ കാണാൻ വേണ്ടി കിള്ളിയാർ എന്ത് ചെയ്യുന്നു? കിള്ളിയാറ് സഞ്ചരിച്ച് അവിടേക്ക് വരുന്നു. അതായത് വലിയ മഴക്കാലത്ത് വലിയ പ്രളയം ഉണ്ടായി എന്ത് ചെയ്യുന്നു? ആ കിള്ളിയാറിലേക്ക് ഡാലിയമ്മയെ കാണാൻ വേണ്ടി പോകുന്ന ജലത്തെയാണ് ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. കഥ എഴുതിയിരിക്കുന്നത് വി ശിനിലാലാണ്. 1976 മെയ് 18 തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ജനിച്ചു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധൻ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ കണ്ണാടിയായി ശിനിലാലിന്റെ രചനകൾ മാറുന്നു. തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ മലയാളത്തിലെ ആദ്യ നോവലാണ് സമ്പർക്കക്രാന്തി. എഴുതണം, സമ്പർക്കക്രാന്തി, അടി, ഉടൽ ഭൗതികം, ഇരു നോവലുകൾ, അരുവി അഥവാ ഒരു ജലയാത്ര, ബുദ്ധപദം, നരോദ്യ പാട്ടയിൽ നിന്നുള്ള ബസ് കഥകളാണ്. നരോദ്യ പാട്ടയിൽ നിന്നുള്ള ബസ് എന്നുള്ള കഥാപുസ്തകത്തിലാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു ചെറുകഥ ഉള്ളത്. ഡാലിയമ്മയുടെ പുഴ എന്നുള്ള ചെറുകഥ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാടാ? നമുക്ക് നമ്മുടെ ഡാലിയമ്മ പുഴ എന്നുള്ള പാഠഭാഗത്തിന് ആശയം ഒന്ന് വായിച്ചു നോക്കാം. പുഴയുമായി ഡാലിയമ്മക്കുള്ള ആത്മബന്ധത്തെ കുറിച്ച് പറയുന്ന മനോഹരമായ കഥയാണ് ഡാലിയമ്മയുടെ പുഴ. വി ശിനിലാലിന്റെ നരോദ്യ പാട്ടയിൽ നിന്നുള്ള ബസ് എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഡാലിയമ്മയുടെ പുഴ എന്ന കഥ. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ കിള്ളിയാറിന്റെ ഉത്ഭവസ്ഥാനമാണ് കഥയുടെ പശ്ചാത്തലം. അവിടെ ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഡാലിയമ്മയും അമ്മൂമ്മയുടെ കൂട്ടുകാരിയായ കിള്ളിയാറുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പിന്നെയോ പുഴയിലെ മണ്ണെടുപ്പ് കാരണം പുഴ പരന്നൊഴുകി ഡാലിയമ്മയുടെ വീട്ടുവഴി വരെ എത്തി നിൽക്കുന്നു. ഡാലിയമ്മയും പുഴയും സൗഹൃദത്തിലാവുന്നു. ഏത് നിമിഷവും അപകടത്തിലാവാൻ സാധ്യതയുള്ളതിനാൽ പുഴ തന്നെ ഡാലിയമ്മയോട് വീട്ടിൽ നിന്ന് മാറിപ്പോവാൻ പറയാറുണ്ട്. എന്നാൽ ഡാലിയമ്മ പോകാൻ കൂട്ടാക്കാറില്ല. എത്ര കരുതുള്ളി ഒഴുകിയാലും പുഴ ഡാലിയമ്മയുടെ വീടിന് കേടുപാട് പറ്റാതെ ചുറ്റി വളഞ്ഞു മാത്രമേ ഒഴുകാറുള്ളൂ. അതാണ് അവരുടെ ആത്മബന്ധം. ഒരിക്കൽ പുഴ ഡാലിയമ്മക്ക് ഒറ്റക്കായി പോയ പെരുമ്പാമ്പിനെ കുഞ്ഞിനെ നൽകുന്നു. സ്നേഹവാത്സല്യത്തോടെ അമ്മൂമ്മ പാമ്പിൻ കുഞ്ഞിനെ താലോലിക്കുന്നു. മഴ ശക്തമായി സാധ്യതയുള്ളതിനാൽ അവിടെ നിന്ന് എല്ലാവരും മറ്റു സ്ഥലത്തേക്ക് താമസം മാറി. തുരുത്തിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ജീവൻ ആപത്താണെന്ന് കാണത്താൽ ജില്ലാ കളക്ടറും സംഘവും ഡാലിയമ്മയെ അവിടെ നിന്ന് നഗരത്തിലെ ഫ്ലാറ്റിലേക്ക് വെള്ളം പ്രയോഗിച്ച് മാറ്റി. തിരുത്ത് വിട്ട് പോകാൻ ആഗ്രഹമില്ലാതെ ഡാലി നഗരത്തിൽ പാർപ്പിച്ച 13ാം നിലയിലെ അപ്പാർട്ട്മെന്റ് കിള്ളി എന്ന പേര് നൽകി. അവിടെ നിർബന്ധപൂർവ്വം താമസിച്ച് തന്റെ സ്നേഹിതയെ കാണാനായി പുഴക്ക് ദേഷ്യം വന്നു. മഴ കനത്തതോടെ പുഴ ഡാലിയമ്മയെ തേടിയിറങ്ങി. നഗരത്തിലെ എല്ലാ വഴികളിലും പുഴ ഒഴുകി. ഒടുവിൽ കിള്ളിപ്പുഴയുടെയും ഡാലിയമ്മയും കണ്ടുമുട്ടി. പരസ്പരം സൗഹൃദം പറഞ്ഞു, കെട്ടിപ്പിടിച്ചു. ഡാലിയമ്മ പുഴയിലേക്ക് ചാടി പുഴയെ കെട്ടിപ്പിടിച്ച് ഇരുവരും പൊട്ടിച്ചിരിച്ചു. ഇതാണ് കഥയുടെ ആശയം എന്ന് പറയുന്നത്. കഥയുടെ പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ ചേർത്തുള്ള ആശയമാണ്. നന്നായിട്ട് വായിച്ചു നോക്കുക. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു നോട്ടിലേക്ക് എഴുതി വെക്കുക. അപ്പൊ മക്കളെ, എക്സാമിനകത്ത് ഈ ഒരു പാഠഭാഗത്തിന് ചോദ്യങ്ങൾ വരുമ്പോൾ പാഠഭാഗത്തിന്റെ കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഉണ്ടാവണം. എന്ത് ചെയ്യാം? നന്നായിട്ട് പാഠപുസ്തകം വായിക്കുക. മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? ഏത് ചോദ്യം വന്നാലും മനോഹരമായിട്ട് ഈ പാഠഭാഗത്ത് എന്ത് ചെയ്യണം? ഫിനിഷ് ചെയ്ത് എഴുതുക.